നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു ശരാശരി വലതുപക്ഷ മാപ്രയുടെ മോദി വിരോധം BJP വിരോധം എത്രമാത്രം കാണും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ദാ നോക്കിക്കോളൂ. ലോകത്താകെ മറ്റ് രാജ്യങ്ങൾ കൂട്ടിയിട്ടുള്ള ശതമാന കണക്കിൽ എവിടെ നിൽക്കുന്നു? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അമേരിക്കയാണല്ലോ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ അവിടുത്തെ എണ്ണ വിലയിൽ ഉണ്ടായ വർധന 36%. ഇന്ത്യയിൽ 63%. ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ കണക്കാണ് പറയുന്നത്. BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം. തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. മാം, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് മറുചോദ്യം ചോദിക്കുകയാണ്. അമേരിക്ക എത്രമാത്രം ഓയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇന്ത്യ എത്രമാത്രം ഓയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതെന്താണ് മാം പറയുന്നത്? ഒരു സ്വന്തമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യത്തിന് അത്ര ശതമാനം പ്രധാനമന്ത്രി പറയുന്നത് 15% ഓയിൽ പ്രൊഡ്യൂസ് കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ പ്രശ്നമാണ് സാർ? ലോകത്ത് എങ്ങനെയുണ്ട്? ഞാൻ ഈ TV ചാനലുകളിൽ വാർത്തയൊക്കെ കണ്ടു തുടങ്ങുന്ന കാലം മുതൽ മനോരമയിൽ മാത്രം, അതായത് മനോരമയൊക്കെ തുടങ്ങിയ ശേഷം മനോരമയിൽ മാത്രം കണ്ടിരിക്കുന്ന ഒരു മുഖമാണ് ഈ നിഷ പുരുഷോത്തമൻ്റെ. മനോരമയിൽ മാത്രമേ അവർ ജോലി ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എത്രയോ വർഷമായിട്ട് അവരവിടെയാണ് നിൽക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിലുള്ള മോദി വിരോധം, അവരുടെ ഉള്ളിലുള്ള BJP വിരോധം എത്രമാത്രം ഉണ്ടെന്ന് അവരുടെ ഈ മണ്ടത്തരത്തിൽ നിന്ന് ആർക്കും മനസ്സിലാവും. നമുക്കറിയാം, ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ഏതാണ്ട് 60-70 രാജ്യങ്ങളിലോളം പെട്രോൾ വില വർദ്ധിച്ചിട്ടുണ്ട്. പെട്രോൾ ആവശ്യമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങൾക്ക്, അത് പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ, അവിടെ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഈ ചേച്ചി താരതമ്യപ്പെടുത്തുകയാണ്. അമേരിക്കയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 30-33% എന്തോ വർധന ഉണ്ടായി. പക്ഷേ ഇവിടെ 60% തരത്തിലാണ്. അപ്പോൾ BJPയെ പ്രതികരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആൾ പറയുകയാണ്, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ഒന്ന് വാങ്ങുന്ന രാജ്യവുമാണ് എന്ന് പറയുമ്പോൾ ഈ സ്വയം ബുദ്ധിമതിയാണ് എന്ന് വിചാരിക്കുന്ന മാപ്പറ പറയുന്നു, ഈ ആത്മനിർഭാരത് എന്നൊക്കെ പിന്നെ മോദി എന്തിനാണ് പറയുന്നത്? ഇവിടെ ആഭ്യന്തരമായിട്ട് ഈ പെട്രോളിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ പെട്രോൾ എന്ന് പറയുന്ന സാധനം കൃഷി ചെയ്തുണ്ടാക്കുന്നതാണോ മാപ്രേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ഒരു പക്ഷേ അറിവില്ലാത്തത് കൊണ്ടൊന്നും ആയിരിക്കുകയല്ല, അവരുടെ ഉള്ളിലുള്ള സ്വതസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ രക്തത്തിൽ കലർന്നിട്ടുള്ള BJP വിരോധം, മോദി വിരോധം ഇതുകൊണ്ട് അവർ പറയുന്നതാണ്. അല്ലാതെ പെട്രോൾ എന്ന് പറഞ്ഞ സാധനം ആരെങ്കിലും കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് അല്ല. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അഥവാ പെട്രോളിയം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി സമ്പത്ത് ഇതുള്ള രാജ്യങ്ങൾ ഒരുമാതിരിപ്പെട്ട സ്കൂളിൽ പോയവർക്കൊക്കെ അറിയാം ഇതെവിടെയാണ്. അറബ് രാജ്യങ്ങളിലുണ്ട്, അമേരിക്കയിലുണ്ട്, റഷ്യയിലുണ്ട്, വെനസ്വല പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇത് വളരെ തുച്ഛമാണ്. സാധ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പര്യവേഷണം നടത്തി നോക്കി. ഭൂമിയിൽ പോരാഞ്ഞിട്ട് നമ്മുടെ അതിർത്തിക്കുള്ളിലുള്ള സമുദ്രാതിർത്തി ഉള്ളിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പര്യവേഷണം നടത്തി കിട്ടാവുന്നിടത്തു നിന്നൊക്കെ നമ്മൾ പെട്രോൾ ഉണ്ടാക്കുന്നുണ്ട് സ്വയമായിട്ട്. പക്ഷേ ഈ 140 കോടി ജനങ്ങൾ ഉള്ള ഇന്ത്യക്ക് അത് പോരാ, ഒന്നും ആവുന്നില്ല. ഇത് കൃഷി ചെയ്തെടുക്കുന്ന സാധനമല്ല. ഇത് ഭൂമിക്കടിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കടലിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കുന്ന സാധനമാണ്. അല്ലാതെ വെള്ളം കൊണ്ട് തിളപ്പിച്ച പെട്രോളൊന്നും കിട്ടത്തില്ല. ഇവിടെ ആത്മനിർഭാരതുണ്ട്, എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിക്കൂടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അങ്ങേയറ്റം വിഡ്ഢി ചോദ്യമാണ്. അത് വിശ്വസിക്കാനും കുറച്ച് ആളുകൾ ഉണ്ട്. പക്ഷേ അവരുടെ ഉള്ളിലുള്ള വിരോധമാണ്. അവർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, അറിവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അപ്പുറം അതിനെയൊക്കെ കവച്ച് വെക്കാൻ തക്കവണ്ണം അവർക്ക് മോദി വിരോധമുണ്ട്, അവർക്ക് BJP വിരോധമുണ്ട്. അതാണ് അവരുടെ ഈ പൊട്ട ചോദ്യത്തിൽ ഉയർന്നു കാണുന്നത്. അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളൊക്കെ പെട്രോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നൊരു ചോദ്യം ഒരു 5ാം ക്ലാസ് കുട്ടി ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. മോനെ അല്ലെങ്കിൽ മോളെ, നമ്മുടെ ഇവിടുത്തെ ഭൂമിയിൽ കുഴിച്ചാൽ പെട്രോൾ കിട്ടില്ല, ചെളിയായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ വെള്ളമായിരിക്കും കിട്ടുക. എന്നാൽ ഗൾഫ് നാടുകളിൽ അതല്ല സ്ഥിതി. അവിടെയൊക്കെ ഒരു 2 അടി കുഴിച്ചാൽ പോലും പെട്രോൾ ആയിരിക്കും കിട്ടുക. അവർക്കൊക്കെ അതുപോലുള്ള പെട്രോളിയം സമ്പത്തുണ്ട്. വെനസ്വലയ്ക്കുണ്ട്, റഷ്യയ്ക്കുണ്ട്, അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെയില്ല. ഇപ്പോൾ ഇല്ലാത്ത സാധനം ഉണ്ടാക്കിയെടുക്കാൻ മോദിക്ക് മാജിക്കൊന്നും അറിയില്ല. അത് മനുഷ്യനാണ്. അങ്ങേരും നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്. ഇവിടെ ഉള്ള സാധനങ്ങൾ മാത്രമേ കൃഷി ചെയ്തോ അല്ലാത്ത രീതിയിലൊക്കെ എടുക്കാൻ പുള്ളിക്ക് പറ്റൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങൾക്ക് പറ്റൂ. ഇല്ലാത്ത സാധനം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ എന്തൊരു വിഡ്ഢി ചോദ്യമാണ് അവർ ചോദിച്ചത്. ആത്മനിർഭാരത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെട്രോളിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം ഇവിടെ വർദ്ധിപ്പിക്കാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പെട്രോൾ എന്തെങ്കിലും വിത്തിട്ടിട്ട് നട്ട് എടുക്കുന്ന കൃഷി വല്ലതാണോ പെട്രോൾ? ഇങ്ങനെയുള്ള പൊട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഈ വാർത്താ അവതരണവും ഈ ചർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പരിപാടി നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾക്ക് ഷെയിമൊന്നും തോന്നാറില്ലേ? കഷ്ടം തന്നെ മാപ്ര.